അതെ അങ്ങടെ പോണം. അപ്പൊ നീ ഇങ്ങോട്ട് പോയാൽ ശരിയാണോ? ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം ദൈവം രക്ഷിച്ച് ഈ പ്രാവശ്യം നമ്മൾ പെട്ടു. ശരിക്കും നമുക്ക് ഇനിയിപ്പോൾ ആശുപത്രിക്ക് പോകണം. നമ്മുടെ ഉണ്ണിക്ക് ചെറുതായിട്ട് വയ്യായിക വന്നിട്ടുണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പോകണം. അപ്പം എന്നിട്ടാണ് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. എന്നാലും നമുക്ക് ഉണ്ണികൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണ് അസ്വസ്ഥത എന്ന്. അവർക്ക് പറയാറില്ല, കരയാനല്ലേ അറിയുള്ളൂ. അപ്പോൾ അവർ കരയണ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ നമുക്ക് അറിയുള്ളൂ എന്താ ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകാൻ പോവാണ്. ആദ്യം ബേബി ആണെങ്കിൽ ഉറങ്ങാണ്. പെട്ടെന്നാണ് നമ്മൾ വിളിച്ച് നമ്പർ ബുക്ക് ചെയ്തേക്കണേ. ഇപ്പം തന്നെ നമുക്ക് പോകണം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വീഡിയോ എടുത്ത് വെച്ചിട്ട് പോയി ഡ്രസ്സ് മാറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആദ്യം ബേബി ഉറങ്ങണം. അവനെ ഏൽപ്പിക്കണം. എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കരച്ചിലും ബഹളമായിരിക്കും. എന്നാലും ഏൽപ്പിക്കാണ്ട് പറ്റില്ല. അവനെയും കൊണ്ട് പോകണം. ഉണ്ണീനെ ഡ്രസ്സ് മാറ്റണം. നീ പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കുള്ള കാർഡാ. അതെവിടെയെന്ന് നോക്കട്ടെ. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ OP നമ്പർ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ അതെടുത്ത് വെക്കണം. അത് ഇതിലെടുത്ത് വെക്കണത് നമ്മുടെ 2 ബേബീസിൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ആദ്യം ബേബിക്ക് വെള്ളം, ചിലപ്പോൾ അവൻ അവിടെ എത്തിക്കഴിയുമ്പോൾ വെള്ളം എന്താകും തുടങ്ങും. അപ്പോൾ അതെടുത്ത് വെക്കണം. പിന്നെ എന്നിട്ടാണ് ഡൈപ്പർ എടുത്ത് വെക്കണം. ഇങ്ങനെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് നമ്മുടെ ഭാഗ്യത്തിൽ നമ്മുടെ ആദംകൂട്ടൻ എനിട്ടുണ്ട്. ഇതേ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചത് ആള് പിടിച്ച് നിൽക്കുക. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. അതെ ആദ്യം ബേബി വന്നേ അതങ്ങോട്ട് പോയി. പോ ഡോക്ടർ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. നമ്പർ കഴിഞ്ഞാ കുഞ്ഞി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പോട്ടെ. അമ്മാമതി അങ്ങടെ പോണേ. അപ്പൊ നീ ഇങ്ങോട്ട് പോയാൽ ശരിയാണോ? ഇന്നിപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. അന്ന് ഡോക്ടർ വന്നു 5 നമ്പർ കഴിഞ്ഞിട്ട് പോയി. ഇന്നിപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. ഇപ്പോൾ 4:45 സമയം. ഇപ്പോൾ എത്ര നേരം ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരുമെന്ന് അറിയില്ല. ആ ചേട്ടന്മാരോട് പറഞ്ഞാൽ മതി. ആ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു വിട്ടു. നമ്മള് കാറ് വിളിപ്പിച്ചിട്ടുണ്ട്. കാറാ അന്ന് പോയപ്പോൾ കാറ് വിളിച്ചിട്ട് ശരിയില്ലായിരുന്നു. ഇനി നമുക്ക് അവരെ കൊണ്ട് ഓട്ടോറിക്ഷ വിളിപ്പിക്കാം. ഇനി അവിടെ പുറത്തുണ്ട് ഓട്ടോറിക്ഷകൾ, അതുകൊണ്ട് പ്രശ്നമില്ല. വണ്ടി ഓടിക്കല്ലേ അവിടെ? വണ്ടി ഓടിക്കല്ലേ കളിക്കാൻ? ഒരു ഓട്ടപ്പാച്ചെല്ലാം ടൈമിൽ എത്തിയേ. എൻ്റെ ദൈവമേ, എങ്ങനെയാണ് ഡ്രസ്സൊക്കെ കൊച്ചു കാറുമേക്ക് എടുക്കണില്ലേ വെച്ചി? എന്താ പേടിച്ചിരിക്കണല്ലേ? എല്ലാവരും നോക്കാൻ വിളിച്ചു. അതൊക്കെ കൊച്ചിന് ഇനി അത് എടുത്താൽ ചീത്ത പറയും. പിന്നെ അതാ സാധനം എടുത്ത് കൈ പിടിച്ചു പൊളിച്ചെടുത്തു. രാധ ബേബി അവിടെ അതൊരു മഞ്ഞ ഷർട്ട് ഇട്ട് നിൽക്കണുണ്ട്, ടീഷർട്ട് ഇട്ട്. ഇതേ തുടങ്ങി നമ്മുടെ ഉണ്ണി കരച്ചില്. ഞാനും ആദ്യം ബേബി കൂടി ഡിസ്ചാർജ് സമ്മറി വാങ്ങിയിട്ടുണ്ടായില്ലെന്ന്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാ. അത് കിട്ടി. ഇനിയിപ്പോൾ അമ്മിച്ച് അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. കണ്ടിട്ടില്ലെങ്കിൽ എത്ര ടൈം എടുക്കുന്ന ദൈവത്തിനറിയാം. അപ്പോൾ സമ്മറി നന്നായി. 4 നമ്പറും കൂടി ഇനിയുണ്ടല്ലേ. സമയം 4:30 വന്നിട്ട് ഇപ്പം എത്ര മണി? 7 മണിയാവാറായി സമയം. ആദ്യം ബേബിക്ക് ഇപ്പം അന്ന് പിടിച്ചു തുടങ്ങി. ദേഷ്യം വന്നു തുടങ്ങി, ഓടി തുടങ്ങിയിട്ടുണ്ടവൻ. കുറുമ്പനാന്ന് പറഞ്ഞവൻ. ഇത് കുറുമ്പനാണ്. ഞാൻ ഈശോയെ, നമ്മുടെ ഉണ്ണിയുടെ വെയിറ്റ് നോക്കണ്ടത് പറയണേട്ടല്ലോ. ഒരു കുറുമ്പനാഥ നിന്ന് വീഴു നീട്ടാ. എല്ലാവരും പോയിട്ടാ. അപ്പൊ നമ്മള് മാത്രമേ ചെയറുകളൊക്കെ എന്നാലും അത്ര ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുകളൊക്കെ പോയി. സമയം 7 മണിയായി രാത്രി. ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളിവിടെ കുറ്റിയടിച്ചിരിക്കുക. ഫാർമസിയിലാണ് 1 മണിക്കൂർ. എനിക്കിന്ന് വീട്ടിലെത്തുമ്പോൾ 9 മണിയാവുമെന്ന് എനിക്ക് തോന്നണേ. ദൈവമേ, എന്താണ് അവന് ഭയങ്കര തിരക്കാ. പിന്നെ ഡോക്ടർ എന്തോ എമർജൻസി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാ. ഡോക്ടറെ ഭയങ്കര അനുമതി നടക്കണത്. നിന്നേടാ, നിക്ക് കോക്കാച്ചി കൊണ്ട് നിന്നെ. കോക്കാമി കൊണ്ടോട്ടെ. നമ്മൾ ജസ്റ്റ്
വീട്ടിലെത്തി. അത് ഉണ്ണി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അപ്പൊ സമയം 8 മണിയായിട്ടാ. 8 മണിയായപ്പോഴേ എത്തിയേക്കണേ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ പറയാം. ഒന്ന് ഇവരൊക്കെ രണ്ടുപേരും വാഷ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇവരൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം. അതോ ഉണ്ണിയുടെ ടർക്കി എടുത്തൂല നീ? ഈശോ, നമ്മളിതേ വീട്ടിലെത്തിട്ടാ. അമ്മേനല്ല കുഷിനടിച്ചടിച്ച് ചമ്മി ചെക്ക എന്നടിയടിക്കടാ. ആദത്തിന് അടി കിട്ടുമ്പോ ആദം കരയും. അപ്പൊ ശരിയാവൂട്ടാ. ആദം കരഞ്ഞു കഴിയുമ്പോ ശരിയാവും. അച്ഛനെ അച്ഛനെ അച്ഛൻ കളിച്ചുണ്ണിവാവ. ഉണ്ണിവാവ കാണിച്ചു കൊടുത്തേ. ചേച്ചിമാരെ ഉണ്ണിവാവ കാണിച്ചു കൊടുത്തേ. എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഓ സോറി, അവനിപ്പോ സമയമില്ല. എനിക്കിപ്പോ സമയമില്ല. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നമ്മള് എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണീനെ കൊണ്ടാ പോണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ചെറിയ കഫക്കെട്ട് പോലെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ അവരെ വെളിച്ചെണ്ണ പറ്റി കുളിപ്പിച്ചിട്ടുണ്ടായി. അമ്മച്ചി വെളിച്ചെണ്ണയും മഞ്ഞളും കൂടി പൊക്കള് പോയി കഴിഞ്ഞിട്ട് കുളിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കുളിപ്പിച്ചേ. അതായത് വെളിച്ചെണ്ണയും മഞ്ഞളിട്ട് അമ്മച്ചി 2 മിനിറ്റ് കിടത്തി. അതുകൊണ്ട് അവന് ചെറിയൊരു കഫക്കെട്ട് പോലെ വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമില്ല. പിടിച്ചു വരാൻ വേണ്ടിട്ട് വൈകും. അപ്പൊ അത് കുഴപ്പമില്ല. വെളിച്ചെണ്ണ പറ്റി കുളിപ്പിച്ചോളാൻ പറഞ്ഞു. വെളിച്ചെണ്ണ പറ്റി കുളിപ്പിച്ചോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് എന്നാലും നമുക്കൊരു പേടി. നമ്മൾ കൊണ്ടുപോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു. ആദം ബേബി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല. അങ്ങടെ അവിടെ കുറെ കസേരകളുണ്ട്. ആ കസേരകളൊക്കെ തള്ളിയിട്ട് ആ വരാന്തയിൽ കൊണ്ടിടും. അവിടെ നിന്ന് ഞാൻ എടുത്ത് തിരിച്ച് കൊണ്ടുപിടിയിടും. വീണ്ടും തന്നെ കൊണ്ടിടും. അവിടെ പിള്ളേരുകളൊക്കെ ആയിട്ട് ഒരു സെറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 8 മണി ആയിരുന്നുള്ളൂ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പറയാ പിന്നാലെ നടക്കലായിരുന്നു. ഇവന്റെ പിന്നാലെ ഒരാളെ ഓടണമല്ലോ. ഞാൻ എന്നാലും കുറച്ച് നേരമൊക്കെ ഞാൻ കൊണ്ട് നടന്നു. എന്നാലും അതായത് നമ്മള് 4 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് 4:15 ഇവിടെ നിന്ന് പോയിട്ട് 8 മണി ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തി. അപ്പൊ നമുക്കറിയാം 2 പിള്ളേരെ കൊണ്ട് പോകുമ്പോ അവർക്ക് വാശിയാവും. പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോ നമുക്ക് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഇന്നലെ. കാരണം എല്ലാവരും പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പൊ പെട്ടെന്ന് പിള്ളേർക്കൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞായറാഴ്ച ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പൊ ശനിയാഴ്ച തന്നെ കാണിക്കാന്ന് വെച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഡോക്ടർക്ക് ഒരു എമർജൻസി വന്നു. അപ്പൊ ഡോക്ടറും പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 8 മണി ആയപ്പോഴേക്കും വന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും ഇവർക്ക് വായിച്ചു തുടങ്ങി. പിന്നെ ഇവരൊക്കെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അല്ലാതെ ബേബി ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. പറയാതെ ബേബി പറഞ്ഞേ. ലൈക്കും ഷെയർ ഒക്കെ പറയും. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു. ലൈക്ക് പറയും.